സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക്. നമ്മുടെ കേട്ടൻ്റെ റിസൾട്ടൊക്കെ വന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിന് കൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ് ഇനിയുള്ള ഏറ്റവും വലിയൊരു ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് സംശയങ്ങൾ ഇന്നലത്തെ ഒരു വീഡിയോയ്ക്ക് ശേഷം തന്നെ ഒരുപാട് ആളുകൾ ചില സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ മെസ്സേജൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ മനസ്സിലായി കുറച്ച് ആദ്യമായിട്ട് എഴുതിയവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ഡൗട്ട്സ് ആ ഒരു സെഷനിൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഒരു 10 ദിവസത്തിനുള്ളിൽ ഉണ്ടാവാറുണ്ട് സാധാരണഗതിയിലാണെങ്കിൽ. ഓക്കെ, റിസൾട്ട് വരാനുള്ള ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതിന് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതിന് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് നിങ്ങളുടെ ഡൗട്ട് ഉണ്ട്, സാധാരണയായിട്ട് കണ്ടുവരാറുള്ള സംശയങ്ങളുണ്ട്, അതും കൂടിയാണ് നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മളെ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ എക്സാം എവിടെയാണോ എഴുതിയിട്ടുള്ളത് ആ എഴുതിയ സ്കൂൾ, ആ ഒരു സെൻറ്റർ ഉണ്ടല്ലോ, അത് വരുന്ന അതിൻ്റെ പരിധിയിലുള്ള വിദ്യാഭ്യാസ ഓഫീസിൽ പോയിട്ടാണ് നിങ്ങളുടെ കേട്ടറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ഹാജരാവേണ്ടത്. ഓക്കെ, വെരിഫിക്കേഷൻ നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ സ്വന്തം ജില്ലയിലാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം പിന്നെ പഠനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിൽ പോയിട്ടായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എവിടെയാണോ അറ്റൻഡ് ചെയ്തത് അതിൻ്റെ പരിധിയിലുള്ള DOയിൽ പോയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളത്തുള്ള ഒരാളാണ്, പക്ഷേ എക്സാം എഴുതിയത് കോഴിക്കോടാണെങ്കിൽ അവർക്ക് ഒരിക്കലും എറണാകുളത്ത് പോയിട്ട് വെരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല. വെരിഫിക്കേഷൻ പ്രോസസ്സ് കോഴിക്കോട് തന്നെ പോയിട്ട് എഴുതണം. അതായത് എവിടെയാണോ എക്സാം അവിടെ പോയിട്ട് എഴുതണം. അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടാവേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അത് പറഞ്ഞുതരാം. ഒന്നാമത് ഇപ്പോൾ B.Ed ക്വാളിഫിക്കേഷനുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രി വിത്ത് B.Ed വെച്ചിട്ടായിരിക്കും കേട്ടറ്റ് കാറ്റഗറി 2 അതുപോലെ 3 അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക അല്ലേ, 4 അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക, മെയിനായിട്ട് 2, 3. ഇനി അല്ല, ചില ആളുകളാണെങ്കിൽ ഡിഗ്രി വെക്കുന്നതിന് പകരം ചിലപ്പോൾ നിങ്ങളുടെ PGയുടെ മാർക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്ത ആളുകളുണ്ടാവും. അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് വരുന്നത്, ഒന്ന് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, 10th ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഓക്കെ, ആദ്യം ഞാൻ ഒറിജിനലാണ് പറയുന്നത്. ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ഒരു കോപ്പി അഡീഷണൽ നിങ്ങൾ വെക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ 10th ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഒറിജിനൽ കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. +2ൻ്റെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രിക്ക് പോയിട്ടുണ്ട്, അപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ തന്നെ ഒരു കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കൊക്കെ ഉള്ള ഒരു കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ സർട്ടിഫിക്കറ്റ് വിത്ത് ആ കാർഡും കൂടെ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവണം. പിന്നെ വരുന്നത്, പിന്നെ നിങ്ങളിപ്പോൾ ഡിഗ്രി വരെയാണ് വെച്ചതെങ്കിൽ ഡിഗ്രി, പിന്നെ B.Edൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മാർക്ക് മാത്രമുള്ള ഷീറ്റ് ഉണ്ട്, കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് എന്ന് പറഞ്ഞിട്ട്, അതും ഉണ്ടാവണം. PG ഉള്ളവരാണെങ്കിൽ PG ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവണം. അത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ വരുന്നത്. ഓക്കെ, അതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഡിഗ്രി പഠിക്കുമ്പോൾ ഓരോ സെമസ്റ്റർ വൈസ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, അങ്ങനെ ഓരോ സെം വൈസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ഒറിജിനൽ ചില DOയിൽ പരിശോധിക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ഉള്ളവർ അതും എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെയും ഒരു കോപ്പി നിങ്ങൾ അഡീഷണൽ എടുത്തു വെക്കണം. അതായത് അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവണം. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒന്നിലധികം കാറ്റഗറികൾ എഴുതിയിട്ട് ഇപ്പോൾ പാസ്സായ ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം ക്വാളിഫൈ ചെയ്ത ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2ഉം 3ഉം ക്വാളിഫൈ ചെയ്ത ആളുണ്ട്, എന്തോ ആവട്ടെ, നിങ്ങൾ ഒന്നിലധികം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഓരോ കാറ്റഗറിക്കും വേറെ വേറെ തന്നെ നിങ്ങൾ എടുത്തു വെക്കണം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒറിജിനൽ ഞാൻ ഈ പറഞ്ഞ 10th ക്ലാസ്, +2, ഡിഗ്രി അല്ലേ, പിന്നെ PG B.Ed ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു 5 സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ 5 എണ്ണത്തിൻ്റെ കോപ്പി ഒരു സെറ്റ് കാറ്റഗറി 1നും മറ്റൊരു സെറ്റ് കാറ്റഗറി 2നും നിങ്ങൾ എടുത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ എത്ര കാറ്റഗറി നിങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ അത്രയും കാറ്റഗറി ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ആ കോപ്പിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, സെൽഫ് അറ്റസ്റ്റ് എന്ന് പറഞ്ഞു, അറ്റസ്റ്റഡ് എന്ന് എഴുതിയിട്ട് നിങ്ങളൊരു സൈൻ അതിൽ ചെയ്യണം. അതായത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയാണ് അവിടെ ഹാജരാക്കേണ്ടത്. അത് ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടാവേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സും കൂടിയുണ്ട്. ഒന്ന്, നിങ്ങൾ ഈ പറഞ്ഞ എക്സാമിന് പോയപ്പോൾ ഉണ്ടായിരുന്ന എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത അഡ്മിഷൻ ടിക്കറ്റ് തന്നെ ഉണ്ടാവണം. ഇനി അങ്ങനെ ഇൻവിജിലേറ്റർ സൈൻ ചെയ്യാത്ത അഡ്മിഷൻ ടിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും ഒരു സൈൻ അവിടെ വേണം. അത് നിങ്ങൾ ലോജിക്ക് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഈ പറഞ്ഞ പിന്നെ സെൻറ്ററിൽ പോയിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ആ സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടുത്തെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ എക്സാം അറ്റൻഡ് ചെയ്തത് അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടുത്തെ ഹെഡിനോട് പറഞ്ഞാൽ അവരുന്ന് സൈൻ ചെയ്ത് തരും, സീൽ ചെയ്ത് തരും. ഓക്കെ, അത് മതി. അതിൻ്റെയും കോപ്പി, ഈ പറയുന്ന ഒറിജിനൽ എല്ലാത്തിൻ്റെയും കോപ്പി വെക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ അഡീഷണൽ നിങ്ങൾ എടുത്ത് വെക്കണം. ക്ലിയർ? പിന്നെ ഈ പറഞ്ഞ റിസൾട്ടിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. റിസൾട്ട് വന്നിട്ടുണ്ടല്ലോ, ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടാവും. അതിൻ്റെ കോപ്പിയും അതിൻ്റെ ഒറിജിനലൊക്കെ നിങ്ങളുടെ കയ്യിൽ, മീൻസ് പ്രിൻ്റ് ഔട്ട് ഒരു കോപ്പി എന്തായാലും ഉണ്ടായിരിക്കണം. ക്ലിയർ? ഇത്രയാണ് അവിടെ നോക്കേണ്ടത്. പിന്നെ
നിങ്ങൾക്ക് റിസർവേഷനുള്ള ആളാണെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ 90 മാർക്ക് കിട്ടിയതോ അല്ലെങ്കിൽ 90 അതിന് മുകളിലേക്കോ സ്കോർ ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്ത ആരും ആയാലും, അതായത് റിസർവേഷൻ കാറ്റഗറി ഉള്ളവരായാലും ഏത് കാറ്റഗറി ഉള്ളവരായാലും ജനറൽ ആയാലും നിങ്ങൾക്ക് വേറെ ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമില്ല, ഇത് മാത്രം മതി. ഇനി 90 മാർക്കിൽ കുറവുള്ള റിസർവേഷനുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടെ വെക്കണം. ചില DOയിൽ കഴിഞ്ഞ എക്സാമിനൊക്കെ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളെ കാസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു DOയിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളൊരു ഒരു മെസ്സേജ് ആരോ അയച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിൽ OBC കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്, SC ST ഒക്കെ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. വില്ലേജ് ഓഫീസ് വഴി നിങ്ങൾക്ക് അത് ലഭിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ആവശ്യമായിട്ട് വരിക. 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ അത് തന്നെ മതി. അപ്പോൾ നിങ്ങൾ ഏത് DOയിലാണ് അറ്റൻഡ് ചെയ്ത പരിധിയിലാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവിടത്തേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ആ നമ്പർ നിങ്ങളൊന്ന് കളക്ട് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്തെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഈ പറഞ്ഞ പോലെ വെരിഫിക്കേഷന് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ അല്ല SSLC സർട്ടിഫിക്കറ്റ് മതിയോ എന്നുള്ള അന്വേഷിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പണി ഒഴിഞ്ഞു കിട്ടും. ഓക്കെ, ഞാൻ വീണ്ടും പറഞ്ഞു, റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ അതിൽ റിസർവേഷന് ആവശ്യമായിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാസ്റ്റ് വേണ്ടു. 90 മുകളിൽ കിട്ടിയ ആർക്കും ഈ പറഞ്ഞ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അതും ക്ലിയർ ആയി വിചാരിക്കുന്നു. ഏതൊക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞു അതിൻ്റെ ഒക്കെ കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എത്ര കാറ്റഗറി ആണോ അത്രയും കാറ്റഗറി കോപ്പി തന്നെ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതാണ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യാനുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴാണോ നിങ്ങൾക്ക് ഈ പറഞ്ഞ പത്രമാധ്യമങ്ങളിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഫർമേഷനൊക്കെ കിട്ടുക, നോട്ടിഫിക്കേഷനൊക്കെ വരിക, ഇത് തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പോയി കഴിഞ്ഞാൽ ആ പറഞ്ഞ സമയത്ത് ഏത് കാറ്റഗറി ആണ് ആ സമയത്ത് തന്നെ നിങ്ങൾ പോയിട്ട് അറ്റൻഡ് ചെയ്യണം വെരിഫിക്കേഷൻ. അല്ലെങ്കിൽ പിന്നീട് നമുക്കൊരു ഡേറ്റ് കിട്ടില്ല, ബുദ്ധിമുട്ടായിരിക്കും. മറ്റൊരു കാര്യം, എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, DOയിൽ എപ്പോഴാണോ പറയുന്നത് ആ സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ നോക്കുക. ചില DOയിൽ ടോക്കൺ വൈസ് ആയിട്ടൊക്കെയാണ് വെരിഫിക്കേഷൻ നടത്താറുള്ളത്. ആദ്യത്തെ 100 പേർക്ക് അല്ലെങ്കിൽ ആദ്യത്തെ 30 പേർക്ക് എന്നൊക്കെയാണ് ഒരു ദിവസം ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴും നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ടോക്കൺ വൈസിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, ഏറ്റവും ആദ്യം തന്നെ പോയി ചെയ്തിട്ട് തിരിച്ചു വരും. ഓക്കെ, നമ്മളെ ഏതെങ്കിലും സമയത്ത് പോയാലൊന്നും ചെയ്തു തരില്ല. ഓരോ DOയിലും ഓരോ ടൈമിംഗ് ഉണ്ട്, അതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അതാണ് ആ ടൈമുമായി ബന്ധപ്പെട്ട് അവിടെ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ വളരെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട 1-2 സംശയങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ചിലപ്പോൾ നിങ്ങൾ ഡോക്യുമെൻ്റ് ഒക്കെ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ആയിരിക്കും, അത് ഈ പറഞ്ഞ സമയത്തൊന്നും കിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 2, പിന്നെ ഇപ്പോൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ, ഇപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, നിങ്ങൾ ഇപ്പോൾ 2nd 3rd സെമ്മിലോ 4th സെമ്മിലൊക്കെ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ ക്വാളിഫൈ ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊക്കെ എന്താണ് ചെയ്യേണ്ടത്? നാട്ടിലില്ലാത്ത ആളുകളുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റിന് പോകാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അവരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പറയുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഒന്നും നിങ്ങളുടെ കയ്യിലില്ല, അതായത് ചിലപ്പോൾ നഷ്ടപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ എവിടെയും കൊടുത്തവരായിരിക്കും, എന്തോ ആവട്ടെ. അങ്ങനെ ഡോക്യുമെൻ്റ് കയ്യിലില്ലെങ്കിൽ അത് എപ്പോഴാണ് കിട്ടുന്നത്, അത് കിട്ടിയിട്ട് മാത്രം നിങ്ങൾ വെരിഫിക്കേഷന് പോയാൽ മതി. ഓക്കെ, ക്ലിയർ? അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. നിങ്ങൾക്ക് അടുത്ത വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോയിട്ട് ചെയ്യാം. ഇപ്പോൾ തന്നെ പോയാലേ ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ പോയാൽ, ഇനി 1 കൊല്ലം കഴിഞ്ഞിട്ടോ 5 വർഷം കഴിഞ്ഞിട്ടോ 10 വർഷം കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകളുണ്ടാവും അല്ലേ, കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൂയിങ് ആണ്, അതായത് ഏതാണോ ആ ഒരു കോഴ്സ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ വെരിഫിക്കേഷന് പോകേണ്ടതായിട്ടില്ല. നിങ്ങൾ കോഴ്സൊക്കെ കഴിഞ്ഞ് ഫൈനൽ എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്കൊരു പ്രൊഫഷണൽ പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിരിക്കും, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കും. അത് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറഞ്ഞ DOയിൽ പോയിട്ട് വെരിഫിക്കേഷൻ നടത്തിയാൽ മതി. അതുവരെ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾ അതിന് ശേഷം മാത്രം പോയാൽ മതി. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ നാട്ടിലില്ലാത്ത ആളുകളുണ്ടാവും, പുറത്ത്, അതായത് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊക്കെയുള്ള ആളുകളുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഒരു സമയത്ത് നാട്ടിലേക്ക് വരാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഒന്നുമില്ല, നിങ്ങൾ എപ്പോഴാണോ നാട്ടിലേക്ക് വരുന്നത് ആ സമയത്ത് പോയിട്ട് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ നടത്താം. ഓക്കെ, അല്ലാതെ ഈ ഒരു എക്സാം എഴുതി ക്വാളിഫൈ ചെയ്തവർക്കൊക്കെ ഇപ്പോൾ തന്നെ പോയാലേ ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് ചെയ്യാം. അതാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അതും ക്ലിയർ ആയി വിചാരിക്കുന്നു. അടുത്ത ഒരു സംശയം എന്ന് പറയുന്നത്, പിന്നെ ഈ പറഞ്ഞ പോലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല അല്ലേ. ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ നടത്താം, പക്ഷേ അതിൻ്റെ കാലാവധി 6 മാസമാണ്. 6 മാസത്തിനുള്ളിലുള്ള പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെരിഫിക്കേഷൻ നടത്താൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ ഈ B.Ed ഒക്കെ വേണം. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എപ്പോഴാണ് ഒറിജിനൽ കിട്ടുന്നത് ആ സമയത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വെരിഫിക്കേഷന് പോയാൽ മതി. ഓക്കെ, അതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി പക്ഷേ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ ചെയ്തിട്ടുണ്ടാവില്ല. എന്ത് ആയാലും നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വെരിഫിക്കേഷൻ നടത്താൻ പറ്റും. അപ്പോൾ അത് എപ്പോഴാണ് കിട്ടുന്നത് ആ സമയത്ത് മാത്രം നിങ്ങൾ പോയിട്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മതി. അതും ക്ലിയർ ആയി വിചാരിക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത്, ഈ അറിയാതെ അബദ്ധത്തിൽ ഈ BBA കോഴ്സൊക്കെ ചെയ്ത ആളുകൾ കാറ്റഗറി 2 അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ BBA കോഴ്സിനും MBA മറ്റേ BBM അതുപോലത്തെ കോഴ്സുകളുണ്ടല്ലോ, അപ്പോൾ അതിനൊന്നും ഇപ്പോൾ കാറ്റഗറി 2 വെരിഫിക്കേഷൻ നടത്തി കൊടുക്കുന്നില്ല. അത് ഡിഗ്രിയുടെ ആ ഒരു ക്വാളിഫിക്കേഷനായിട്ട് BBA അങ്ങനത്തെ കോഴ്സുകളൊന്നും നിലവിലെടുത്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ എക്സാമൊക്കെ ഒരുപാട് കുട്ടികൾ അങ്ങനെ എഴുതിയിട്ട് അവർക്ക് അതിൻ്റെ വെരിഫിക്കേഷൻ ഇതുവരെയും ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് CTET സെൻട്രലിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടായാൽ
മാത്രമേ കേരളയിലേക്ക് അതിൻ്റെ തീരുമാനം വരൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ വെരിഫിക്കേഷന് പോയാലും നിങ്ങൾക്ക് ചെയ്തു തരില്ല, അതൊന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പരീക്ഷാവിലേക്ക് നിങ്ങൾ പരാതിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അതാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണിത്. നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ പരിപാടിയൊക്കെ തീരും. അപ്പോൾ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാണ് എന്നുള്ളത് ഉറപ്പിച്ചിട്ട് വേണം പോകാൻ. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടുണ്ടാവും. അങ്ങനെ തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും, നമ്മുടെ വെബ്സൈറ്റിൽ വരും. കാരണം ചില തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു ഓപ്ഷനും കൂടി അവർ തരാറുണ്ട്. അതായത് നിങ്ങൾ വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് DOയിലേക്കോ അല്ലെങ്കിൽ പരീക്ഷാവിലേക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മെയിലൊക്കെ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട് അതിന്. അത് കൃത്യമായിട്ട് ഇപ്പോൾ വരാനുണ്ട്, സൈറ്റിലേക്ക് വരും, പബ്ലിഷ് ചെയ്യും. അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, വെരിഫൈ ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം കൂടെ ഉണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ചില ആളുകളുടെ ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതായത് ഹോൾ ടിക്കറ്റ് നഷ്ടമായ ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ. പരീക്ഷയ്ക്ക് ശേഷം എവിടെ വെച്ച് പോയി നഷ്ടപ്പെട്ടു, ഇനി ഒരു രക്ഷയില്ല. സോഫ്റ്റ് കോപ്പിയും കയ്യിലില്ല എന്ന് വിചാരിക്കുക. സോഫ്റ്റ് കോപ്പി കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ സൈനൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നിലവിൽ സോഫ്റ്റ് കോപ്പി കയ്യിലില്ലാത്ത ആളുകളും ആണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പരീക്ഷാവിലേക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുക്കാനുണ്ട്. അത് കൊടുത്തിട്ട് അത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ, ഏതൊരു പേജിൽ അത് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിനുള്ള അപേക്ഷ കൊടുക്കേണ്ടത് എന്നുള്ളത്. ജസ്റ്റ് നിങ്ങൾ കേട്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പ്രകാരം നിങ്ങൾ ചലാനൊക്കെ അടച്ചോട്ട് അപ്ലൈ ചെയ്താൽ 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേറെ ഹോൾ ടിക്കറ്റ് തിരിച്ചിങ്ങോട്ട് അയച്ചു തരും. ഓക്കെ, അതാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന് മുന്നേ പല പരീക്ഷകളും പാസ്സായ ആളുകളുണ്ടാവും, ഇതുവരെ വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എല്ലാവർക്കും 2012 മുതൽ ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് കഴിഞ്ഞ് ഇപ്പം വന്ന റിസൾട്ട് വരില്ല, എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ആ സമയത്ത് പോയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുക, സെറ്റ് ചെയ്ത് വെച്ചോ. എന്തായാലും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക, എപ്പോഴാണ് പറഞ്ഞത് ആ സമയത്ത് പോകാം. അല്ലെങ്കിൽ പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇതൊന്നും കയ്യിലില്ല എന്നുള്ള കാര്യം മനസ്സിലാവുക. ഓക്കെ, അതുകൊണ്ട് അത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ഒരാൾ പറഞ്ഞ വെരിഫിക്കേഷന് പോയി അവിടെ എത്തിയിട്ട് ഡോക്യുമെൻ്റ് ഒക്കെ നോക്കുമ്പോഴാണ് ഏതോ 2 ഡോക്യുമെൻ്റ് അവരെ വേറെ ഏതോ വീട്ടിലാണ് ഉള്ളത്. ഓക്കെ, ഇവർ വേറെ എവിടുന്ന ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെയായിട്ടൊന്ന് വെരിഫിക്കേഷന് പോയത്. അപ്പോൾ വീണ്ടും പോയി എടുത്ത് വരണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല, അങ്ങനെ അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ വീണ്ടും അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അടുത്ത ദിവസം അവർ ഡേറ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംശയം ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരെല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പിച്ചിട്ട് ഇതിന് പോവുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ പറഞ്ഞ ഡോക്യുമെൻ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എടുത്ത് വെക്കുക. എന്നിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യുക. ക്ലിയർ. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം, കമൻറ്റ് ചെയ്യാം, മെസ്സേജൊക്കെ ചെയ്യാം. ഓക്കെ, അതിനൊക്കെ റിപ്ലൈ തരും. അപ്പോൾ ഇത്രയാണ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴായാലും നിങ്ങൾക്ക് ചെയ്യാം, ഇത് ഇപ്പോൾ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഫ്രണ്ട്സ് കേട്ടിട്ട് എഴുതി ക്വാളിഫൈ ചെയ്ത ആളുകളോ വെരിഫിക്കേഷൻ നടത്താൻ ബാക്കിയുള്ള ആളുകളൊക്കെ നിങ്ങളെ കോൺടാക്ട് ലിസ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും എഴുതാം. പിന്നെ ഇൻസ്റ്റാഗ്രാമുള്ളവരാണെങ്കിൽ അവിടേക്ക് ചാടി വരിക, ഈ പറഞ്ഞ കാര്യം ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.